ചൈനക്കാരുടെ പുതുവർഷാഘോഷമാണ് സ്പ്രിംഗ് ഫെസ്റ്റിവൽ. ചൈനീസ് ലൂണാർ കലണ്ടർ അനുസരിച്ചാണ് ഇവർ പുതുവർഷം ആഘോഷിക്കുന്നത്. ചൈനയിൽ മാത്രമല്ല, വടക്കൻ കൊറിയയിലും ലണ്ടനിലുമെല്ലാം ലൂണാർ ന്യൂ ഇയർ സജീവമായി തന്നെയാണ് ആഘോഷിക്കുന്നത്. ചൈനയുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും വിളിച്ചോതുന്നതായിരുന്നു ഈ ആഘോഷങ്ങളെല്ലാം. ചൈനയിലെ പുതുവർഷാഘോഷങ്ങൾക്ക് 4000 വർഷത്തെ ചരിത്രമുണ്ട്. ചൈനീസ് ലൂണാർ കലണ്ടർ അനുസരിച്ച് ആദ്യ ദിനം മുതൽ പുതുവർഷാഘോഷങ്ങൾ ആരംഭിക്കും. പുതുവർഷത്തോടനുബന്ധിച്ച് ചൈനയിലെമ്പാടും ഗംഭീര ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. ചൈനയിലെ മിയാമോ ഗ്രാമത്തിലെ ആഘോഷ പരിപാടികൾ ചൈനയുടെ ചരിത്രത്തെയും ഒപ്പം പാരമ്പര്യത്തെയും വിളിച്ചറിയിക്കുന്നതായിരുന്നു. പരമ്പരാഗത സംഗീതത്തോടൊപ്പം അവർ നൃത്തച്ചുവടുകൾ വെച്ചു. ബാംബു ഫ്ലൂ ഡാൻസ് കൂടിയായപ്പോൾ ആഘോഷങ്ങൾക്ക് അത് ഏറെ മാറ്റുകൂട്ടി. കുടുംബാംഗങ്ങൾക്ക് ഒത്തൊരുമിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ചൈനക്കാർക്ക് പുതുവർഷാഘോഷം. കൂടുതൽ ആളുകളും സ്വന്തം നാട് വിട്ട് മറ്റ് ഗ്രാമങ്ങളിൽ ചെന്ന് ഫെസ്റ്റിവൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ താൽപ്പര്യപ്പെടുന്നവരാണ്. പഴയ കാലത്തെ തിരിച്ചു വിളിക്കും വിധം മീൻപിടുത്തവും പാചകവുമെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും ഇവിടെ എത്തുന്നവർക്ക് ഇതൊരു അവിസ്മരണീയ അനുഭവമായിരിക്കും. ജോലി തേടി മറ്റും രാജ്യത്തിന് പുറത്തു പോയവരെല്ലാം 40 ദിവസം നീളുന്ന ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനായി സ്വന്തം രാജ്യത്ത് തിരിച്ചെത്തും. ലണ്ടനിൽ നടന്ന ചൈനീസ് പുതുവർഷാഘോഷം പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്തതാണ്. 5 ലക്ഷത്തിലധികം ആളുകളാണ് പങ്കെടുത്തത്. ഒരുപക്ഷെ ചൈനയ്ക്ക് പുറത്തൊരു രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ പാർട്ടി തന്നെയായിരിക്കും ഇത്. ലണ്ടനിലെ ചൈന ടൗണിൽ ചൈനക്കാരുടെ തനത് ഡ്രാഗൺ ഡാൻസും വലിയ പരേഡും എല്ലാം ഒരുക്കിയിരുന്നു. പെൺകുട്ടികളുടെ ആയോധന കലയും പരേഡിൽ അണിനിരന്നു. ചൈനയുമായുള്ള നീണ്ട 42 വർഷത്തെ നയതന്ത്ര ബന്ധത്തിന്റെ ആഘോഷം കൂടിയാണ് ബ്രിട്ടനെ സംബന്ധിച്ച് ഈ ആഘോഷങ്ങൾ. നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണിന്റെയും എലിസബത്ത് രാജ്ഞിയുടെയും ആശംസകൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. 65ാമത് സാപ്രോ ഐസ് ഫെസ്റ്റിവൽ ജപ്പാനിൽ ആരംഭിച്ചു. ഏകദേശം 200-ലധികം ശില്പങ്ങളാണ് ഇവിടെ മഞ്ഞിൽ തീർത്തിരിക്കുന്നത്. സ്വകാര്യ വ്യക്തികളും ഒപ്പം ജപ്പാനിലെ സെൽഫ് ഡിഫൻസ് ഫോഴ്സും എല്ലാം ഈ ഐസ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട്. ആയിരങ്ങളാണ് മഞ്ഞിൽ വിരിഞ്ഞ വിസ്മയം കാണാൻ ഇവിടെ എത്തുന്നത്. ജപ്പാനിലെ ഏറ്റവും വലിയ വിന്റർ ഫെസ്റ്റിവലാണ് സാപ്രോ സ്നോ ഫെസ്റ്റിവൽ. അതിന്റെ ഓപ്പൺ സെറമണിയാണിത്. മഞ്ഞിലും ഐസിലും തീർത്ത ശില്പങ്ങൾ തന്നെയാണ് ഐസ് ഫെസ്റ്റിവലിന്റെ മുഖ്യ ആകർഷണം. റഷ്യയിൽ നടക്കുന്ന ശീത ഒളിമ്പിക്സിന് ഏതാനും ദിവസങ്ങൾ മുൻപെയാണ് ഇവിടെ സാപ്രോ ഫെസ്റ്റിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സോച്ചി ഒളിമ്പിക്സിന്റെ പ്രതീകവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 15 മീറ്റർ ഉയരമുണ്ടാകും ഈ ശില്പത്തിന്. സ്നേഹത്തിന്റെ പ്രതീകമായി കരടിക്കുട്ടികളെ മടിയിലിരുത്തിയിരിക്കുന്ന അമ്മക്കരടിയും വലിയ കൊട്ടാരങ്ങളും ജപ്പാനിലെ ഒളിമ്പിക് കായിക പ്രതിഭകളുടെ ശില്പങ്ങളുമെല്ലാം സ്നോ ഫെസ്റ്റിവലിൽ ഉണ്ട്. ഇന്ത്യയിലെയും മലേഷ്യയിലെയും ചരിത്ര സ്മാരകങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 200ഓളം ശില്പങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരടക്കം നിരവധി പേരാണ് ഇവിടെ സന്ദർശകരായി എത്തുന്നത്. ചൂട് രാജ്യത്ത് നിന്ന് വരുന്ന താൻ സാപ്രോയിലെ ഈ തണുപ്പിനെ വളരെയധികം സ്നേഹിക്കുന്നുവെന്നാണ് മലേഷ്യൻ ടൂറിസം മന്ത്രിയുടെ പ്രതികരണം.
വർഷം 2.3 മില്യൺ ആളുകളാണ് ഫെസ്റ്റിവൽ കാണാനായി എത്തിയത്. കൊടും തണുപ്പിനെ അതിജീവിക്കാൻ ചിലരെങ്കിലും പാടുപെടുന്നുണ്ട്. എങ്കിലും ഈ ശില്പചാരുത കാണാതെ അവർക്ക് മടങ്ങാനാകുന്നില്ല. സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി ഏകദേശം 6000 ലോഡ് മഞ്ഞാണ് ഈ ശില്പങ്ങൾക്കായി ഇവിടെ എത്തിച്ചത്. 7 ദിവസമാണ് സാപ്രോ ഫെസ്റ്റിവൽ. ഇതാ വീണ്ടും താരങ്ങളായി സ്ലോമോ ഗൈസ്. ഗവിയൻ ഫ്രീയും ഡാൻ റിച്ചിയും ചേർന്ന് ചിത്രീകരിച്ച വാട്ടർമെലൺ എക്സ്പ്ലോഷൻ 1 മില്യൺ ആളുകളാണ് യൂട്യൂബിൽ കണ്ടത്. കൗതുകം സൂക്ഷിക്കുന്ന ആ വീഡിയോ കാഴ്ചയാകാം ഇനി. കുട്ടികളോട് ഒരപേക്ഷയുണ്ട്, ആരും വീട്ടിൽ പരീക്ഷിച്ചു നോക്കരുത്. സ്ഫോടന ശബ്ദത്തോടെ പൊട്ടിച്ചിതറുന്ന ഈ തണ്ണിമത്തനെ കൃത്രിമമായി നിർമ്മിച്ചതാണെന്നെല്ലാം ഒരു വാദത്തിനു വേണ്ടി നിങ്ങൾക്ക് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ ഈ ദൃശ്യങ്ങൾ ഇങ്ങനെയാകുമെന്നും നിങ്ങൾ വിചാരിക്കേണ്ട. എന്നാൽ ഒരു ക്യാമറ കണ്ണിലൂടെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇത്ര മനോഹരമാണ് ഒരു തണ്ണിമത്തൻ പൊട്ടിച്ചിതറിയാൽ. എന്നാൽ വെറും ക്യാമറയിൽ ചിത്രീകരിച്ചാൽ പരാജയമായിരിക്കും ഫലം. ഇവയെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ഹൈസ്പീഡ് ക്യാമറകൾ ഉപയോഗിച്ചാണ്. അതായത് ഒരു സെക്കൻഡിൽ 10,000 മുതൽ 25,000 ഫ്രെയിംസ് വരെ ഷൂട്ട് ചെയ്യാവുന്ന ക്യാമറ. They used a large firecracker to explode the fruit as one of them sat close by, only to be covered in its juice and pulp. Using a high-speed camera that films at 25,000 frames per second, the footage shows a bright flash of orange light before the melon bursts into several pieces. The pair have been filming various things in slow motion, from water balloon fights to golf shots, and posting them on YouTube for the past 3 years. പതിവ് പോലെ സ്ലോമോ ഗൈസിന്റെ ഈ വീഡിയോ യൂട്യൂബിൽ വൈറലായിരിക്കുകയാണ്. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ 1 മില്യൺ ആളുകളാണ് ഈ ദൃശ്യങ്ങൾ കണ്ടത്. ഏകദേശം 3 മില്യണിലധികം സബ്സ്ക്രൈബേഴ്സാണ് ഇവർക്ക് യൂട്യൂബിലുള്ളത്. വാട്ടർ ബലൂൺ പൊട്ടിച്ചും കണ്ണിലെ കൃഷ്ണമണിയുടെ ചലനം ചിത്രീകരിച്ചുമെല്ലാം ഈ ബ്രിട്ടീഷുകാരന്മാർ നേരത്തെയും യൂട്യൂബിൽ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി അടുത്തതെന്താകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് സ്ലോമോ ഗൈസിന്റെ ആരാധകർ. പൊതുവെ മൃഗങ്ങളിൽ അവഗണിക്കപ്പെടുന്ന വിഭാഗമാണല്ലോ കഴുതകൾ. കുതിരയോട്ടം, കാളയോട്ടം ഇങ്ങനെയുള്ള മത്സരങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കഴുതയോട്ടത്തെക്കുറിച്ച് അത്ര കേൾക്കാനിടയില്ല. പാകിസ്ഥാനിൽ അത്തരത്തിൽ ഒരു മത്സരമുണ്ട്. അവരുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് ഡോങ്കി ഡർബി എന്ന് വിളിക്കുന്ന ഈ കഴുതയോട്ട മത്സരം. സിന്ധ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച കഴുതയോട്ട മത്സരത്തിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കഴുതവണ്ടി ഓട്ടത്തിന് ഡോങ്കി ഡർബി എന്നും വിളിയുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കുന്ന കഴുതവണ്ടികൾക്കുള്ള നമ്പർ നൽകലാണ് ആദ്യ നടപടി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏതാണ്ട് 50ഓളം കഴുതകളാണ് ഈ പ്രത്യേക മത്സരത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്ന കഴുതകളുടെ കുളമ്പുകളും വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ ചിലർ. എല്ലാവരും തയ്യാറെടുത്തു കഴിഞ്ഞു. മത്സരത്തിന് അഭിവാദ്യമർപ്പിക്കാനെന്ന പോലെ ആകാശത്ത് എയർക്രാഫ്റ്റിൽ പാകിസ്ഥാന്റെ പതാക മിന്നിമറഞ്ഞു. അഞ്ച് കഴുതവണ്ടികൾ ഉൾപ്പെട്ട 10 ഗ്രൂപ്പുകളായാണ് ഇവരെ തരം തിരിച്ചിരിക്കുന്നത്. കഴുതവണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്കുമുണ്ട് പ്രത്യേക വേഷം. വെള്ള പാൻസും കളർഫുൾ ടീഷർട്ടും പച്ച ഹെൽമറ്റുമാണ് അവരുടെ വേഷം. ഇനി മത്സരം. വിജയത്തിന്റെ ആദ്യ കടമ്പ കടന്നതായും ഇനിയും കൂടുതൽ പോകാനുമുണ്ടെന്നാണ് ആദ്യ റൗണ്ടിൽ വിജയിയായ അസ്കർ ഷായുടെ പ്രതികരണം. ये तो समझो कि अभी तो आगे आना है, पहला सीढ़ी चढ़े अभी, अब आगे और पता नहीं कितने सीढ़ियां चढ़ने पड़ेंगे. ये पहला सीढ़ी तो कामयाब हो गए, अब दुआ करें कि अगले सीढ़ियों में हम लोग कामयाब हो जाएं.
മത്സരത്തിൽ വിജയികളായവർക്ക് ക്യാഷ് പ്രൈസും ഷീൽഡുമാണ് നൽകുന്നത്. ഇവിടെ മത്സരത്തിനെത്തുന്ന ഭൂരിഭാഗം പേരും വളരെ ദരിദ്രരാണ്. പണം നേടാനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് അവർ ഈ മത്സരങ്ങളെ കാണുന്നത്. കറാച്ചിയിലെ സൗത്ത് ഡോങ്കി കാർട്ട് അസോസിയേഷനിൽ അംഗങ്ങളായവരാണ് എല്ലാ വർഷവും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ചൈനയിലെ പാണ്ട ബേസിൽ പുതിയ അതിഥികളെത്തി. ഇവരെ കാണാൻ സന്ദർശകരുടെ പ്രവാഹമാണ്. ഓൺലൈൻ വഴി 24 മണിക്കൂറും ഇവരുടെ ലൈഫ് പ്രക്ഷേപണം ചെയ്യാൻ കൂടി തുടങ്ങിയതോടെ ഈ പാണ്ടക്കുഞ്ഞുങ്ങൾ അക്ഷരാർത്ഥത്തിൽ താരങ്ങൾ തന്നെയായി. ചൈനയിലെ താരങ്ങളാണ് ഈ പാണ്ടക്കുഞ്ഞുങ്ങൾ. താരങ്ങളെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നെറ്റ് ചുളിച്ചേക്കാം. പക്ഷേ പാണ്ടക്കുഞ്ഞുങ്ങളുടെ ദൈനംദിന ജീവിതം ഓൺലൈൻ വഴി പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങിയതോടെ ഇപ്പോൾ താരങ്ങൾ തന്നെയാണിവർ. പാണ്ടക്കുഞ്ഞുങ്ങളെ അവർ വളരെ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. പരസ്പരമുള്ള കളിയും വഴക്കും കുസൃതിയുമെല്ലാം വളരെ ആകാംക്ഷയോടെയാണ് ചൈനക്കാർ കാത്തിരിക്കുന്നത്. ഉറക്കവും തീറ്റയെടുക്കലും മാത്രമാണ് ഇവരുടെ പണിയെന്ന് പൊതുവേ ഒരു ധാരണയുണ്ട്. എന്നാൽ അതിന് വിപരീതമായി മുഴുവൻ സമയവും ഈ പാണ്ടക്കുഞ്ഞുങ്ങൾ ആക്റ്റീവാണ്. ആൺപാണ്ടകളെ അപേക്ഷിച്ച് പെൺപാണ്ടകൾ കൂടുതൽ അക്രമകാരികളാണ്. പരസ്പരം പോരടിച്ചും മരത്തിൽ കയറിയുമെല്ലാം അവർ കൂടുതൽ സജീവമാകാറുണ്ട്. 24 മണിക്കൂറും ഇവരുടെ CCTV ദൃശ്യങ്ങൾ ഇന്റർനെറ്റ് വഴി കാണാൻ സാധിക്കും. ചൈനയിലെ ചെങ്ഡു ജെയിൻ പാണ്ട റിസർച്ച് സെന്ററിലെ ഈ പുതിയ അതിഥികളെ പുറം ലോകവും അറിഞ്ഞു തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ചൈനയിൽ ഇപ്പോൾ സ്പ്രിംഗ് ഫെസ്റ്റിവൽ ഒഴിവുദിനമായതിനാൽ ഒരുപാട് ആളുകൾ ഇവിടേക്ക് ഇവരെ കാണാനായി എത്തുന്നുണ്ട്. പാണ്ടക്കുഞ്ഞുങ്ങളെപ്പറ്റി ഒരു പ്രത്യേക പ്രോഗ്രാമും ഒരുങ്ങുന്നുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് പാണ്ട ബേസിലെ അധികൃതർ. ഇതൊരു ഒളിമ്പിക് മത്സര ഇനമൊന്നുമല്ല. എങ്കിലും ആയിരക്കണക്കിന് ആളുകളാണ് ജപ്പാനിലെ കുഴിയെടുക്കൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 14 വർഷമായി ഈ മത്സരം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 270 ടീമുകളാണ് ഇക്കുറി മത്സരത്തിൽ പങ്കെടുത്തത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 271 ടീമുകളാണ് ഇപ്രാവശ്യം കുഴികുഴിക്കൽ മത്സരത്തിൽ പങ്കെടുത്തത്. ഓരോ ഗ്രൂപ്പിലും 6 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓരോ ഗ്രൂപ്പും മത്സരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ ഗ്രൂപ്പുകളും ഷവൽ വെച്ചാണ് മണ്ണ് കുഴിക്കുന്നത്. വിജയികളാകുന്നവർക്ക് ഗോൾഡൻ ഷവലാണ് സമ്മാനം. ഗോൾഡൻ ഷവൽ എന്ന ഒരേ ഒരു ലക്ഷ്യത്തിലാണ് എല്ലാവരും. മത്സരത്തിനപ്പുറം ഇതൊരു ടീം സ്പിരിറ്റ് കൂടിയാണ്. ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒരേ മനസ്സോടെയുള്ള മുന്നേറ്റം. മിനിറ്റ് സമയമാണ് ഉള്ളത്. അതിനുള്ളിൽ പരമാവധി കുഴിയെടുക്കണം. ചിലർ മണ്ണിൽ തന്നെ മനോഹരമായ രൂപങ്ങൾ കൊത്തിയെടുക്കുന്നുമുണ്ട്. അനുകൂലമല്ലാത്ത കാലാവസ്ഥയാണ് ഒരു തരത്തിൽ ഇവർക്ക് പ്രതിസന്ധിയാകുന്നത്. ചുറ്റും കൂടി നിൽക്കുന്നവരുടെ ആർപ്പുവിളിയുടെ അകമ്പടി കൂടിയാകുമ്പോൾ കുഴിയെടുക്കുന്നവർക്ക് ആവേശം ഇരട്ടിയാകും. മുതിർന്നവരെ സംബന്ധിച്ച് മണ്ണിൽ കളിച്ച ബാല്യകാല സ്മരണകൾ ഓർത്തെടുക്കാനുള്ള അവസരം കൂടിയാണിത്. അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഈ മത്സരത്തിനുണ്ട്.
വലിയ കുഴി കുഴിക്കുന്നവർക്കും മാത്രമല്ല, ഏറ്റവും ക്രിയാത്മകമായി കുഴിയെടുക്കുന്നവർക്കും സമ്മാനമുണ്ട്. കഴിഞ്ഞ 14 വർഷമായി ജപ്പാനിൽ ഈ മത്സരം നടത്തിവരികയാണ്. കഴിഞ്ഞ വർഷത്തെ വിജയികളായ ഉസാമിസ് ടീം തന്നെയാണ് ഈ വർഷത്തെ വിജയി. 1,00,000 യെന്നും ഗോൾഡൻ ഷവലുമാണ് ഇവർക്കുള്ള സമ്മാനം. അതായത് ഏതാണ്ട് $978. പ്രായം തളർത്താത്ത മനസ്സും ശരീരവുമുണ്ടെങ്കിൽ ഏത് വിജയവും നമ്മുടെ കൈപ്പിടിയിലൊതുങ്ങും. അതിനുദാഹരണമാണ് റോബർട്ട് മർച്ചന്റ്. 102ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സൈക്ലിംഗിൽ തന്റെ തന്നെ പേരിലുള്ള റെക്കോർഡ് തിരുത്തിക്കുറിച്ചത്. ഇക്കുറി 27 കിലോമീറ്ററാണ് റോബർട്ട് 1 മണിക്കൂറിൽ പിന്നിട്ടത്. ഇതാദ്യമായല്ല റോബർട്ട് മർച്ചന്റ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. എന്നാൽ സൈക്ലിംഗിലെ തന്റെ തന്നെ റെക്കോർഡ് തിരുത്തിയാണ് ഇക്കുറി വേൾഡ് റെക്കോർഡിൽ റോബർട്ട് മർച്ചന്റ് ഇടം പിടിച്ചത്. അതും 102ാമത്തെ വയസ്സിൽ. മണിക്കൂറിൽ 24 കിലോമീറ്റർ എന്ന തന്റെ തന്നെ റെക്കോർഡാണ് റോബർട്ട് മറികടന്നത്. ഇപ്രാവശ്യം 27 കിലോമീറ്ററാണ് അദ്ദേഹം മറികടന്നത്. പ്രായം വേഗതയ്ക്ക് ഒരു തടസ്സമല്ലെന്ന് റോബർട്ട് മർച്ചന്റ് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. നാഷണൽ വെലോഡ്രമിൽ കൂടിയ ആരാധകർ അദ്ദേഹം ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതുവരെ മുൾമുനയിൽ തന്നെയായിരുന്നു. ഫിനിഷിംഗ് ലൈനിലെത്തിയതും ആരാധകരും മാധ്യമപ്രവർത്തകരും അദ്ദേഹത്തെ വളഞ്ഞു. തന്റെ കഴിവിന്റെ 90% മാത്രമാണ് തനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചുള്ളൂ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. 150ാമത്തെ വയസ്സിൽ സൈക്കിൾ ചവിട്ടുന്ന വ്യക്തി എന്ന റെക്കോർഡ് തനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയും റോബർട്ട് മറച്ചുവെച്ചില്ല. ഏതായാലും പ്രായം തളർത്താത്ത ശരീരവും മനസ്സുമാണ് റോബർട്ട് മർച്ചന്റിന്റെ മുതൽക്കൂട്ട്. വലിയ കണ്ണും മൂക്കും ചെവിയുമെല്ലാമുള്ള വിചിത്ര ജീവികളെ നാമെല്ലാം കാർട്ടൂണിലും കഥാപുസ്തകങ്ങളിലുമെല്ലാം കണ്ടിട്ടുണ്ട്. അതിൽ അധികവും കണ്ടാൽ തന്നെ ഭയപ്പെടുത്തുന്നതുമാകാം. എന്നാൽ ജപ്പാനിലെ മോൺസ്റ്റർ ബാർ അതിൽ നിന്നെല്ലാം വിപരീതമാണ്. ഈ വിചിത്ര ജീവികളെ കാണാനാണ് ഇവിടെ ഓരോരുത്തരും എത്തുന്നത്. ടോക്കിയോയിലെ ഈ മദ്യശാലയുടെ പുറത്തെത്തിയാൽ നിങ്ങളെ സ്വീകരിക്കാനെത്തുന്നത് ഒരു വിചിത്ര ജീവിയായിരിക്കും. അതിനെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. പിങ്ക് നിറത്തിൽ വസ്ത്രം ധരിച്ച വലിയ വായുള്ള മച്ചോ എന്ന മോൺസ്റ്ററാണിത്. ആൾ വളരെ ഫ്രണ്ട്ലിയാണ്. നിങ്ങളെ സ്വീകരിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ എത്തിയതാണ് മച്ചു. ടോക്കിയോയിലാണ് മോൺസ്റ്റർ ബാർ സ്ഥാപിച്ചിരിക്കുന്നത്. മച്ചോയെ പോലെ നിരവധി വിചിത്ര ജീവികളുടെ മുഖംമൂടിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന കസ്റ്റമേഴ്സിന് അവ യഥേഷ്ടം ഉപയോഗിക്കുന്നതിനുള്ള അവസരവുമുണ്ട്. 2011 ടോക്കിയോയിലെ ഈ ബാറിന്റെ ആരംഭം. ഇടവേളകൾ ആനന്ദകരമാക്കാൻ ടോക്കിയോയിലെ ജോലിക്കാർ ഇവിടേക്ക് ഓടിയെത്താറുണ്ട്. മോൺസ്റ്റർ ബാറിന്റെ ഉടമസ്ഥരിലൊരാളായ പിക്കോയാണ് മച്ചോ എന്ന മോൺസ്റ്ററിന്റെ പിന്നിലെ ബ്രെയിൻ.
മോൺസ്റ്ററുകളോടുള്ള കുട്ടിക്കാലത്തെ ഇഷ്ടം വലുതായാലും മാറുന്നില്ല എന്നാണ് പിക്കോ പറയുന്നത്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും തെളിയിക്കുന്നത് അതാണെന്നും പിക്കോ പറയുന്നു. സിനിമകളിലും കാർട്ടൂണുകളിലെയും വില്ലന്മാരായ മോൺസ്റ്ററുകളുടെ ഒരു സ്വർഗം തന്നെയാണ് യഥാർത്ഥത്തിൽ ടോക്കിയോയിലെ മോൺസ്റ്റർ ബാർ. ഇവിടെ എത്തുന്നതിലും അധികം പേരും ബിസിനസ്സുകാരാണ്. മോൺസ്റ്ററിന്റെ മുഖംമൂടി ധരിച്ച് അവർ ചിലപ്പോൾ ബോസിനെ ചീത്ത വിളിക്കും, ചിലപ്പോൾ ഉറക്കെ പൊട്ടിച്ചിരിക്കും, ചിലപ്പോൾ കരയും. അങ്ങനെ ജോലിഭാരവും ടെൻഷനും ഇറക്കി വെക്കാനുള്ള ഒരിടം കൂടിയായി മാറുകയാണ് ഈ മോൺസ്റ്റർ ബാർ. ഇതോടെ ഈ ആഴ്ചത്തെ കാണാക്കാഴ്ചകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.